ഹലോ ഫ്രണ്ട്സ്, ദിവ്യാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പഴമയുള്ള ഒരു നാടൻ കറിയാണ്. മുരിങ്ങയ്ക്കയും തക്കാളിക്കയും എല്ലാം ചേർത്ത് നല്ലൊരു കിടിലൻ കറി, ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയത്. അതിനുവേണ്ടി 3 തക്കാളിപ്പഴം അരിഞ്ഞത്, ചീകി അരിഞ്ഞതാണ്. 3 സവാള കനം കുറച്ച് ചീകി അരിഞ്ഞത്. 6 മുരിങ്ങയ്ക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടത്. 4 പച്ചമുളക് കനം കുറഞ്ഞ് അരിഞ്ഞത്. സ്റ്റീലിൻ്റെ ചരുവാണ് എടുത്തിരിക്കുന്നത് ഇത് വയ്ക്കാനായിട്ട്. നമുക്കതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, അടി പിടിക്കാതിരിക്കാനാണ്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടാം, പച്ചമുളക് അരിഞ്ഞു വെച്ചത് ഇടാം, തക്കാളിപ്പഴം ഇടാം, ഉപ്പ് ആവശ്യത്തിന്, അല്പം മഞ്ഞൾപ്പൊടി, വേവാൻ പരുവത്തിന് വെള്ളം ചേർക്കാം. ഈ കഷ്ണം നികയ്ക്കാൻ നിൽക്കണം വെള്ളം. നമുക്കിത് വേവാൻ വയ്ക്കാം. ഇതിനുള്ള കൂട്ട് നമുക്ക് തയ്യാറാക്കാം. ഒരു 4 ചെറിയ ഉള്ളി, തേങ്ങ ഇച്ചിരി നല്ലപോലെ അരയ്ക്കണം, കാരണം ഈ കറിക്ക് ഇച്ചിരി കൊഴുപ്പ് വരണം. ജീരകപ്പൊടി ഇല്ലെങ്കിൽ ജീരകമായാലും മതി. നിറത്തിന് മാത്രം അല്പം മുളക് പൊടി. നമുക്ക് നല്ലോണം അരച്ചെടുക്കാം. ഈ പരുവത്തിൽ അരഞ്ഞെടുക്കണം. നമ്മുടെ ഈ കറി ഇതിനകത്ത് ഈ സവാളയും തക്കാളിപ്പഴവും എല്ലാം നല്ല രീതിയിൽ വെന്തുടയണം. നല്ലപോലെ വെന്തുടഞ്ഞെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. നമ്മുടെ കഷ്ണങ്ങളൊക്കെ തിളച്ച് ചെറുതായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കാം. മുരിങ്ങയ്ക്ക നമുക്കിങ്ങനെ ഒന്ന് കീറിയിടാം. നേരത്തെ കീറി വെക്കരുത്, കീറി വെച്ചിരുന്നാൽ മുരിങ്ങയ്ക്ക കഴിക്കും. ഇത് നമ്മുടെ കഷ്ണം വെന്തെന്ന് നമുക്ക് തോന്നുമ്പോൾ സമയത്ത് മാത്രം ഇതിങ്ങനെ കീറി ഓരോന്നും വെക്കണം. എന്നിട്ട് വേണം വെന്ത് കഴിയുമ്പോൾ ഇതിനകത്തോട്ട് ഇടാൻ. നേരത്തെ കീറി വെച്ചാൽ കഴിക്കും. നമുക്കിത് വെന്തോ ഒന്ന് നോക്കാം. നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തുടഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മുരിങ്ങയ്ക്ക ഇനി ഇതിൽ കിടന്ന മസാലകൾ ആ മുരിങ്ങയ്ക്കയിൽ നല്ലപോലെ പിടിക്കണം. നമുക്കൊന്ന് ഇളക്കി അടച്ചു വയ്ക്കാം. ഫ്ലെയിം കൂട്ടിയിട്ട് കൊടുക്കണം. നമുക്കൊന്ന് അടയ്ക്കാം. നമ്മുടെ മുരിങ്ങയ്ക്ക വെന്തോന്ന് നമുക്ക് നോക്കാം. നമ്മുടെ മുരിങ്ങയ്ക്ക വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, മാംസമൊക്കെ നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഫ്ലെയിം ഒന്ന് കുറയ്ക്കണം. തേങ്ങ ആദ്യം തിളയ്ക്കാൻ പാടില്ല, അതുകൊണ്ടാണ് ഫ്ലെയിം കുറയ്ക്കുന്നത്. ഇടുമ്പോഴേ അതിൻ്റെ അരപ്പ് ഒത്തിരി തിളയ്ക്കണ്ട. നമുക്ക് ഇച്ചിരി ഒരു ചൂടുവെള്ളത്തിൽ വേണം ഇത് മഴക്കിയെടുക്കാൻ. കുറച്ച് വെള്ളം കൂടെ, ചൂടുവെള്ളമാണേ, ഒഴിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് തേങ്ങ ഇതിലേക്ക് ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം. ഇനി ഇതൊന്ന് തിളയ്ക്കും. നമുക്ക് തിളയ്ക്കുന്നതിനോടൊപ്പം ഇതിൻ്റെ ഉപ്പും പുളിയും എല്ലാം ഒന്ന് നോക്കണം. തക്കാളിക്കയുടെ പുളി ഇറങ്ങിയിട്ടുണ്ടോ, ഉപ്പുണ്ടോ എന്നുള്ളത് നോക്കണം. ഉപ്പ് അല്പം കുറവാണ്, പുളിയുണ്ട്. നമുക്ക് അല്പം ഉപ്പൂടെ ചേർക്കാം. നമ്മുടെ ഉപ്പും പുളിയും എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്കൊരല്പം മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതൊരു ടേസ്റ്റാണേ, കൂടാൻ പാടില്ല, ഒരല്പം മാത്രമേ ചേർക്കാവൂ. ഇനി അത് നമുക്ക് ഇളക്കി കൊടുക്കാം. തക്കാളിപ്പഴം എത്രത്തോളം നമ്മൾ കൂടുതലിടുന്നോ അത്രയും ടേസ്റ്റ് ഈ കറിക്ക് കൂടത്തേ ഉള്ളൂ.
അപ്പം നമ്മുടെ കറി നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിനി ഇതിനകത്തോട്ട് കടുക് വറുത്തിടാം. ഞാനിപ്പോൾ കടുക് വറുക്കാനുള്ളതെല്ലാം മൂപ്പിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ അല്പം ജീരകം ഇട്ടിട്ടുണ്ട്. അതിനൂടെ ഒരു ശകലം ഉലുവാപ്പൊടി ഇട്ടിട്ടുണ്ട്. ഉലുവാപ്പൊടി കുറച്ചേ ആകാവൂ, ഒത്തിരിയൊന്നും പാടില്ല, ഒരല്പം. അതെല്ലാം ഇട്ടാണ് ഞാനിവിടെ കടുക് വറുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ അടിപൊളി മുരിങ്ങയ്ക്ക കൊണ്ടുള്ള ഒരു കറി റെഡി ആയിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ തിന്നാൻ ഇതിൻ്റെ കൂടെ വേറെ കറിയുടെ ആവശ്യമേ ഇല്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഏറ്റവും ഗുണവുമാണ് നമ്മുടെ മുരിങ്ങയ്ക്ക എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കുകൾ അറിയിക്കുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം.